ഹായ്, എല്ലാവർക്കും ഗീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്തവണത്തെ എൻ്റെ ഓണത്തിൻ്റെ വിളവെടുപ്പാണ് എനിക്ക് കാണിച്ചേക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പ്രാവശ്യം ഞാൻ എൻ്റെ പറമ്പിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ വെച്ച സാധനങ്ങൾ കൊണ്ട് എനിക്ക് ഓണം ഒരുങ്ങണമെന്നുള്ളത്. അപ്പോൾ അതേതായാലും എൻ്റെ ആഗ്രഹമെല്ലാം സഫലീകരിച്ചു. അപ്പം നമുക്ക് ഇന്ന് പ്രാവശ്യം ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും വിളവ് കിട്ടുമെന്ന് കേട്ടോ. വഴുതനങ്ങയൊക്കെ കണ്ട നല്ല മുട്ടൻ വഴുതനങ്ങ, നല്ല നീളമുള്ള, അത് പല സൈസിലാണ്, പല കളറിൽ. പിന്നെ ഇതുണ്ട് നല്ല വയലറ്റ് കളർ. പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക എനിക്ക് ഇപ്രാവശ്യം നല്ലതായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നീളമുള്ളതുകൊണ്ട് ചെറുതുകൊണ്ട് പല സൈസിൻ്റെയാണ്. ഇത് കൊമ്പൻ വെണ്ടയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ കാണുന്നെങ്കിൽ നല്ല എളുപ്പം വെണ്ടയ്ക്കായത്. പിന്നെ എനിക്ക് വിളവ് കിട്ടിയത് ഇപ്രാവശ്യം വെള്ളരിക്കയുണ്ട്. വെള്ളരിക്ക ഞാൻ ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം വിളവെടുത്തത്. നേരത്തെ തന്നെ 2 എണ്ണം എനിക്ക് കിട്ടി. ഇതിപ്പം തന്നെ നല്ലോണം വിളഞ്ഞ്. പിന്നെ ഇതാണെങ്കിലുണ്ടല്ലോ നല്ല ചെറിയ സൈസ് മത്തങ്ങ ഉണ്ടല്ലോ, നമ്മൾ കടകളിലൊക്കെ ഇരിക്കുന്നതിനിട്ടില്ല, അതാണ്. ഇതെന്താ കളറ് വന്നില്ല, ഇത് പക്ഷേ വലിയതാകുന്നതല്ല, കൊച്ചു ഇതാകുന്ന. ഇത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ അവിടുന്ന് അരി കൊണ്ടുവന്നിട്ട് അതാണിത് കേട്ടോ, ചെറിയ സൈസ്. ഇതിന് മുളകിന് നമ്മൾ വലിയ പരിരക്ഷയൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ അതെനിക്ക് നല്ലതായിട്ട് നമുക്ക് മുളക് കിട്ടുന്നുണ്ട്. പല സൈസ് മുളക്. ഇത് കണ്ടോ, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പിരിയമുളകാണ്. അത് ഞാൻ പിരിയമുളകിൻ്റെ അരി ഇട്ട് കിളിപ്പിച്ച. ഇത് കണ്ടോ, നല്ല നീളം കണ്ടോ പിരിയമുളക്. അത് കണ്ടോ നമുക്ക് ഇപ്രാവശ്യം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് എരി കുറവാണ് കേട്ടോ ഈ സൈസിൽ. പക്ഷേ ഈ മുളകുണ്ടല്ലോ ഇതിന് നല്ല എരിയുള്ളതാണ്. ഒറ്റ എണ്ണമേ നമുക്കിടാൻ പറ്റത്തുള്ളൂ, കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഈ തൊണ്ടമുളകിൻ്റെ ബുള്ളറ്റ് മുളകിൻ്റെ ഒരു സൈസാണ് ഇത്. ഈ മുളക് ഇത് പിന്നെ നമ്മുടെ വെള്ളക്കാന്താരി. ഇതാണെങ്കിൽ പിന്നെ ഒരു സൈസ് ഉണ്ടമുളകാണ്. ഇതിനും നല്ല പിന്നെ എരിവുള്ളതാണ്. അതുപോലെ തന്നെ ഈ മുളകാണെങ്കിൽ, ഈ മുളകെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത്, മുകളിലോട്ടാണ് നിൽക്കുന്നത്. മറ്റേ സാധാരണ നമ്മൾ പച്ചമുളകൊക്കെ നിൽക്കുമ്പം പിന്നെ താഴോട്ടാണല്ലോ. ഇത് നമ്മുടെ ചെടിയിൽ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. നല്ലതായിട്ട് ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഇത്രയും പച്ചക്കറി കിട്ടിയിട്ടുണ്ട്. ഓണം ഒരുങ്ങാൻ എനിക്ക് പ്രാവശ്യം എനിക്ക് ഒത്തിരി പയറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പയർ മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് ശരിയായില്ല. എല്ലാം മുഞ്ഞൊക്കെ കയറിപ്പോയി. എന്നാലും കുറച്ച് കിട്ടി എന്നേ പറയാനുള്ളൂ. ഇപ്രാവശ്യത്തെ പയർ കൃഷി ശരിയായില്ല. ഇനി എല്ലാം കളഞ്ഞ് പറമ്പിൽ നിന്നെല്ലാം മാറ്റി ഇനിയിപ്പം വേറെ ഇടണം. പച്ചമുളകൊന്നും ഞാൻ വെളിയിൽ നിന്ന് മേടിക്കത്തേ ഇല്ല. ഇപ്പം കുറഞ്ഞ 1 വർഷത്തോളമായി എനിക്ക് മാറി. ഞാനിതിപ്പോൾ ഒരു ട്രിപ്പ് ഇട്ട് അത് നമ്മൾ പറിച്ച് അതിൻ്റെ വിളവെടുത്ത് തീരുന്നതിന് മുമ്പേ അടുത്തത് ഞാൻ നടും. ഒരു 5-6 മൂട് നട്ടാൽ മതിയല്ലോ. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ പച്ചമുളക് കാണും. നമ്മൾ കടയിൽ നിന്ന് വെളിയിൽ നിന്ന് നമ്മൾ പച്ചമുളക് മേടിക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ എൻ്റെ വിളവെടുപ്പ് ഇങ്ങനെ കൃഷിക്കാഴ്ചകൾ ഇതാണ്. അപ്പം ഇത് കണ്ട് നമ്മുടെ വീട്ടിൽ ഒരു 3-4 മൂട് പച്ചമുളക് വെച്ചാൽ മതി, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടും. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്രാവശ്യത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ നട്ട് വളർത്തിയ പച്ചക്കറി കൊണ്ട് തന്നെ എനിക്ക് ഓണം ഒരുങ്ങാൻ ഒത്തല്ലോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് പച്ചടി വെക്കാം. പിന്നെ അവിയൽ, സാമ്പാർ, ഇതിനകത്തെല്ലാം ഇടാനുള്ള കഷ്ണങ്ങൾ നമുക്കുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കിഴങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പടവലങ്ങയുണ്ട് എനിക്കില്ല കേട്ടോ. ഈ പന്തൽ കെട്ടിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും കോവയ്ക്ക ഇഷ്ടംപോലെ ഞാൻ പറിക്കുന്നുണ്ട്. കോവൽ ഉണ്ട്, പാവയ്ക്ക ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ശരിയായില്ല. പക്ഷേ ഇനിയിപ്പം പന്തലെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ ചെയ്യണം. അപ്പം ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.